it if I want it. Gotta make to myself a promise. I won't quit, keep going till I got it. I won't give up till I'm on top. Yo, no, I ain't the type to give up. If I do something, man, I do it till I get what I want. I turn a business out of nothing into something I love. I got a poker face, but honestly, I'm not one to bluff. I flip a switch, never miss, man, I always stay up. Don't let them see you, bitch, always have a plan to stay tough. This life ahead of you ain't... ഷോർട്ട് ബ്രേക്ക് എന്നതിൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് സ്വാഗതം പറയാൻ ഒരു സുഹൃത്തു കൂടെ ഉണ്ട്. നമ്മുടെ കാനഡയിലെ നമ്മൾ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഒരു വഴികാട്ടി എന്ന് പറയാം. അതിനു മുമ്പ് റയീസ് ബ്രോ, ഞാൻ റയീസ് ബ്രോ എന്നെ പരിചയപ്പെടുത്തു. നമസ്കാരം. അതെ, എൻ്റെ പേര് റയീസ്, നാട്ടിൽ സ്വദേശം ഗുരുവായൂർ, തൃശ്ശൂർ ജില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 years. 2017 ഓക്കെ, ഡിസംബറിൽ വന്നു. അതെ. ഇപ്പോൾ വിമൽ ബ്രോനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അതെ, ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. ആദ്യം നമ്മുടെ പുറകെ കിടക്കുന്ന കാറ് എനിക്ക് വാങ്ങി തന്ന ഒരു മനുഷ്യനും കൂടെയാണ്. ഞാൻ ഏകദേശം ഒരു 14 കാറോളം ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് എൻ്റെ കൂടെ വന്ന് നമ്മൾ വണ്ടി നോക്കി. അതായത് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയൊക്കെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ വണ്ടിയെക്കുറിച്ച് വളരെയധികം ഗ്രാഹ്യമുള്ള ഒരാളും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റി. എന്നാലും 14 വണ്ടി നോക്കിയപ്പോഴത്തേക്ക് എനിക്കും വലിയൊരു എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും അതെ. അതെ, വണ്ടികളുടെ ഡയഗ്നോസിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യാറ്. അതെ, അതാണ് പുള്ളിക്കും ചെയ്തു കൊടുത്തത്. പുള്ളി എന്തായാലും അപ്പോൾ നമ്മുടെ വണ്ടിയെക്കുറിച്ച് ആദ്യം പറയാം. തീർച്ചയായിട്ടും RAV4 ആണ്, 2009 മോഡലാണ്. വണ്ടി 4 വീൽ ഡ്രൈവാണ്, ഓട്ടോമാറ്റിക് ഡ്രൈവാണ്. എന്തായാലും വണ്ടി ഞാൻ അവിടെ നിന്ന് കാറ് വാങ്ങുമ്പോഴത്തേക്ക്, ഞാൻ ഓൾറെഡി അവിടെ ഇന്നോവയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു SUV, ഒരു കോമ്പാക്ട് ടൈപ്പ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2 വണ്ടി ലിസ്റ്റിലുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ CR-V ഉണ്ടായിരുന്നു, ഒന്ന് ടൊയോട്ടോ RAV4. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ റയീസ് ബ്രോ ഒരു വണ്ടി ഓൾറെഡി RAV4 എടുത്ത് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അതാണ് നമ്മളെ ടോപ്പിക്ക് വരാൻ ഒരു എന്താ പറയുക, ഒരു സംഭവം വരാനുള്ള കാരണം വണ്ടിയുടെ. അതെ, RAV4 ആക്ച്വലി ഈ മോഡല് ഇതിന് കുറച്ച് പിന്നെ പ്രത്യേക സ്പെക്സ് ഉണ്ട് ഈ മോഡലിന്. സ്പെയർ ടയേഴ്സും ഒക്കെ ഇതിന്റെ ബാക്കിൽ വന്ന് ഒരു പക്ക ഓഫ് റോഡർ കൈൻഡ് ഓഫ് ഒരു ഡിസൈനാണ്. ഇതിന് കൂടുതൽ ഫാൻസ് ഉള്ള ഒരു മോഡലാണ് RAV4ന്റെ ഈ സ്പെക്. അപ്പോൾ ഈ ആക്ച്വലി ഈ ഒരു ഇയറിലെ മോഡൽസ്. അപ്പോൾ പുള്ളിക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മോഡൽസിനോട് ഇഷ്ടമുണ്ട്. കുറച്ച് GP ടൈപ്പ്, ഓഫ് റോഡിങ് ടൈപ്പ് ഒക്കെ ഇഷ്ടമുള്ളതിനെ കൊണ്ട് വൈ നോട്ട്, അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെ ആവാന്ന് വിചാരിച്ചു. ഈ RAV4 തന്നെ ഞാൻ 12 വണ്ടിയോളം RAV4 തന്നെ നമ്മൾ പോയി കണ്ടെടുത്തുണ്ട്. അതിനിടയിൽ ഫേക്കായിട്ടുള്ള അത് നമ്മൾ വരും കുറച്ച് സമയങ്ങൾക്കകം നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്തായാലും RAV4 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2009 മോഡലാണെങ്കിൽ ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഓക്കെ തന്നെയാണ്. വണ്ടി ഓടിക്കാൻ അടിപൊളി തന്നെയാണ്. ആക്ച്വലി നമ്മുടെ RAV4 വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലേക്കാൾ കൂടുതൽ നമുക്ക് മിഡിൽ ഈസ്റ്റിലും നമ്മുടെ കാനഡ, USA കൂടുതൽ കണ്ടുവരുന്നത് അല്ലേ. RAV4 ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിലില്ല, ഏഷ്യൻ മാർക്കറ്റിൽ ആക്ച്വലി RAV4 ഇല്ല. മിഡിൽ ഈസ്റ്റ് ആൻഡ് അമേരിക്കൻ മാർക്കറ്റ്സിലാണ് ടൊയോട്ട RAV4 ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ മാർക്കറ്റ്സിലൊക്കെ ഉണ്ട്. ഓക്കെ, ആക്ച്വലി ഇവിടെ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് വണ്ടി RAV4 ആണെന്ന് തോന്നുന്നത്. നമ്മുടെ മാർക്കറ്റ് പ്ലേസിലൊക്കെ കൂടുതലും ആൾക്കാർ 2.5 ലിറ്റർ പിന്നെ അത്യാവശ്യം എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിലാണ് ടൊയോട്ട RAV4, അതുപോലെ തന്നെ പിന്നെ ഹോണ്ട CR-V, ഇതൊക്കെ ഓരോ സെഗ്മെന്റ്സ് ആണ്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഹോണ്ട CR-V ഉണ്ടല്ലോ. പക്ഷെ ടൊയോട്ട പിന്നെ അറിയാലോ, നാട്ടിൽ അത്ര എല്ലാ മോഡൽസും ഇറക്കാറില്ല. അതുകൊണ്ട് RAV4 നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് CR-V ആയിട്ടാണ് RAV4, വിച്ച് ഇസ് ഗുഡ്. നമുക്ക് നല്ല പിന്നെ ഒരു ബൈ ആണ് ടൊയോട്ട RAV4 എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി കാറാണ്. പിന്നെ നമുക്കൊരു ബേബിയൊക്കെ ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു SUV എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാനഡയിലെ ലൈഫ് നിങ്ങൾക്ക് അറിയാം, ലൈഫ് സ്റ്റൈൽ അറിയാലോ. അപ്പോൾ കാർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ജോലികളുണ്ട്. കൊറിയർ നമ്മളൊക്കെ കൊറിയേഴ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ കാറൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2.5 ലിറ്റേഴ്സ് SUVs.
ഞാൻ ആക്ച്വലി ആ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. നമുക്ക് ഈ ജോലിയില്ലാത്ത സമയങ്ങളിൽ നമ്മൾ തേടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ SUV ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി ജോബ് പോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഞാൻ അതും കണ്ടിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം സ്പെൻഡ് ചെയ്യണ്ട ഫ്യൂവലിന്. പിന്നെ ഒബ്വിയസ്ലി ഇപ്പോൾ അറിയാലോ, ആഫ്റ്റർ കോവിഡൊക്കെ ഫ്യൂവൽ കോസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈക്കാണ് കാനഡയിലൊക്കെ. അതെ. ബിഫോർ ഇറ്റ് വാസ് അറൗണ്ട് 80 cents to $1. ഇപ്പോൾ ഓൾമോസ്റ്റ് $1.5 ആണ് പെർ ലിറ്റർ. അപ്പോൾ പണ്ടത്തെ പോലെയല്ല. സോ എക്കണോമിക്കലായിട്ടുള്ള കാറുകളാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ ഇഫ് യു ആർ ന്യൂ ഇൻ ടു കാനഡ. ആക്ച്വലി ഇത് നമ്മളിപ്പോൾ വന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഈ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 7 വർഷമായി ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ മാറ്റങ്ങളും ഒക്കെ ഇവർക്കൊരു ബുദ്ധിമുട്ടായി. കാര്യം വളരെ ചീപ്പായിരുന്നു വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. നോട്ട് ഓൺലി ഇൻ ഫ്യൂവൽ, എല്ലാ കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ട്. ഇൻഫ്ലേഷൻ ബാധിച്ചിട്ടുണ്ട് കാനഡനെ. പക്ഷെ നമ്മളിപ്പോൾ വണ്ടിനെ കുറിച്ച് പറയുന്നതിനെ കൊണ്ടാണ് ഞാൻ ഫ്യൂവൽ കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഷുവർ, ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ തന്നെ 1.5 ഒക്കെ ചില സ്ഥലങ്ങളിൽ രാത്രി 10 മണിക്ക് ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ വേരിയേഷൻ വരുന്ന ഒരു റേറ്റിൻ്റെ ഡിഫറൻസിൽ വരുന്നത് ഫ്യൂവലാണ്. അതെ, ഫ്യൂവൽ പെർ ഡേ തന്നെ എനിക്ക് തോന്നുന്നു അറൗണ്ട് 3 or 4 times മാറും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്യൂവൽ സ്റ്റേഷൻസ്, ഗ്യാസ് സ്റ്റേഷൻസ് അനുസരിച്ചിട്ട് ഗ്യാസ് പ്രൈസ് മാറും. അതിൽ ഇപ്പോൾ ചില റാൻഡം ഗ്യാസ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും നമ്പർ ഓഫ് ടൈംസ് അവർ മാറുന്നുണ്ട്. ഏറ്റവും ലോ കോസ്റ്റ് വരിക മിഡ് നൈറ്റ് ആയിരിക്കും. അതെ. ആഫ്റ്റർ 12 to in between 12 to 4 AM ഏറ്റവും ലോ പ്രൈസിൽ നമുക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റുന്നത് കാനഡയിൽ. ഞാനും ഒരു 10 മണി കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങും പെട്രോൾ അടിക്കാൻ. കാര്യം ഒരു സ്ഥലമുണ്ട്, ഒരു സ്പോട്ടുണ്ട്, അവിടെ എപ്പോഴും റേറ്റ് ഭയങ്കരമായിട്ട് മാറി വരും. അപ്പോൾ ഞാൻ നേരെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ ചെറിയൊരു റൈഡ് പോകും. അപ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരു 2 ടൈം പോയി ഗ്യാസ് ഫിൽ ചെയ്തിട്ട് വരും. എങ്ങനെയുണ്ട് ഈ സ്ഥലം? റോച്ച് ബീച്ച് അല്ലേ? അതെ, ഇത് സ്കാർബറോയുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മളൊക്കെ വീക്കെൻഡ്സിലൊക്കെ വരാറുള്ള, ഹാങ് ഔട്ട് ചെയ്യാറുള്ള ഒരു ലൊക്കേഷനാണ്. ഇവിടെ ബാർബിക്യൂ പാർട്ടീസ് ഒക്കെ നടക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മൾ വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നു സമ്മറിൽ, പക്ഷെ വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സമ്മർ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുവാണ്. ഇനി എന്തായാലും നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം എങ്ങനെയുണ്ട് വിഷ്വൽ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഞാൻ റൈസ് ബ്രോനെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാനുള്ളൊരു സിറ്റുവേഷൻ വന്നു അല്ലേ? അത് ഭയങ്കര അവിചാരിതമായിട്ടാണ്. അതെ. നമ്മൾ എന്താ പറയുക, പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ മുന്നേ അറിയുന്ന പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായി. ആക്ച്വലി പുള്ളിയുടെ സുഹൃതം നല്ല സൗഹൃദമാണ്, നല്ലൊരു ഫ്രണ്ട് കമ്പാനിയനാണ്. അപ്പോൾ ഞാൻ പറയിപ്പിച്ചതല്ല. അല്ല, ഞാൻ ഇറ്റ്സ് ട്രൂ. അപ്പോൾ പക്ഷെ നമ്മൾ കണ്ടതും കോമഡിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൊക്കേഷനിൽ ഞങ്ങൾ വണ്ടി ടയർ പഞ്ചറായിട്ട് അത് സ്റ്റെപ്പിനിടുന്ന, അതും വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇതിലാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അങ്ങനെ പുള്ളി വന്നു, പുള്ളിയുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ആ നിമിഷങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഇവർ കുറച്ച് പയ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു. അപ്പോൾ കുറേ പയ്യന്മാരൊക്കെ ആകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവോ ശല്യമാവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ച് ആ 1 മാസം ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ആ വീട്ടിൽ നിന്ന് പോരാനൊരു മടിയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 പേരുണ്ട്, വേറെ 2 പേരും കൂടെ ഉണ്ട്, നഹീമും നജീമും. 2 പേരും കൂടെ ഉണ്ടായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും കോമഡിയും കുക്കിങ്ങും ഒരു പൊളി വൈബായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഇവർക്കും വിഷമമായിരുന്നല്ലേ നമ്മൾ ഇറങ്ങി? തീർച്ചയായിട്ടും. ഇവർ പെട്ടെന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി ഫാമിലി ആയിട്ട് ഇവിടെ നിന്നിരുന്നതാണ്. പിന്നെ വൈഫ് നാട്ടിൽ പോയപ്പോൾ പിന്നെ അഗൈൻ ബാച്ചിലേഴ്സ് ലൈഫിലേക്ക്. കല്യാണം കഴിഞ്ഞതാണ്? ഓക്കെ, പറഞ്ഞോളൂ. കണ്ടാ തോന്നില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നഹീം, പിന്നെ നജീം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പണ്ട് താമസം. ഞാൻ അഗൈൻ ബാക്ക് ടു അവരുടെ കൂടെ തന്നെ പിന്നെ അക്കോമഡേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഇവർ വന്നത്. പുള്ളിയുടെ വൈഫും മോളും പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ടോട്ടൽ 4 പേരും ഒരു മോളും ഉണ്ടായിരുന്നു. അപ്പോൾ
ഞങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഹ്യൂജ് ഫാമിലി വന്നപ്പോൾ ഞങ്ങളും ആകെ എന്താവും ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾക്ക് നമ്മളുടേതായിട്ടുള്ള ഫ്രീഡം കിട്ടൂലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു ആക്ച്വലി അത് ശരിക്കും ഒരു ഫാമിലി പോലെ. പിന്നെ നമുക്ക് നാട് മിസ് ചെയ്യാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ നാട് പിന്നെ നമുക്ക് എന്താ പറയാ ഫാമിലി പോലെ ആയിരുന്നു. ബാച്ചിലേഴ്സ് ലൈഫിൽ നിന്ന് ഒരു ഫാമിലി പോലെ തന്നെ വീണ്ടും ആയി. പിന്നെ ഒരു നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കുമായിരുന്നു, അത് ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു നമുക്ക് ഇടയ്ക്ക് വന്നിട്ട്. അപ്പോൾ ഇവരും നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. അതെ അതെ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഫാമിലി പോലെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് സമയം കഴിഞ്ഞ പോലെ അവര് പോകുമ്പോൾ ഒരുപാട് നമ്മൾ പിന്നെ എല്ലാവരും മറ്റു രണ്ടുപേരാണെങ്കിലും പറഞ്ഞിരുന്നു പെട്ടെന്ന് സമയം പോയി, നമ്മൾ വിചാരിച്ചില്ല ഇത്ര നല്ല ഒരു ഫാമിലി ആയിരിക്കും എന്നുള്ളത്. ഇതിനകത്ത് രണ്ടുപേരെ അവരെ ഞാൻ പേര് വിട്ടുപോയെങ്കിലും നജീബും നഹീമും നജീബും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ ഫോട്ടോ കൂടെ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ടേ, ഒന്ന് കണ്ടോളൂ. എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. രാത്രിയാവുമ്പോൾ അടിയാണ് ഇവർ മൂന്നുപോലും. അവരുടെ ഗുരുനാഥനാണ് പുള്ളി. അപ്പോൾ പുള്ളി പറയുന്നത് പോലെയാണ് കുക്ക് ചെയ്യുന്നത്, കാര്യം എക്സെട്ര. ലാസ്റ്റ് രാത്രി കോമഡിയാണ്. എനിവേ എന്തായാലും അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പിന്നെന്താ പറയാ, അതാണ് പുള്ളിയായിട്ടുള്ള നമ്മള് സൗഹൃദം. പിന്നെ അതിനുശേഷം കാറ് മേടിച്ചു. പിന്നെ ആ സൗഹൃദം നമ്മൾ നല്ലൊരു സൗഹൃദമായി തോന്നി. പിന്നെ പുള്ളി ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് എനിക്ക് ഫോർച്ചുനേറ്റ്ലി അത് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതിലാണ് ഇനി അതിലൊരു സ്റ്റോറി കിടപ്പുണ്ട്. അത് നിങ്ങൾക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് എന്തായാലും അതിലേക്ക് വരാം. ഓക്കെ, അടുത്ത ലൊക്കേഷൻ പിടിക്കുക. ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഒരു ബ്രാൻഡ് ന്യൂ കാർ മേടിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കാര്യം നമ്മളൊരു സെക്കൻഡ്സ് വണ്ടി എടുത്ത് ഞാൻ ഇനി ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും, നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് പോകാനോ അങ്ങനെ ഒരു സാഹചര്യമുള്ള ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ കാറ്, കാര്യം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട, മാസം അങ്ങ് അടഞ്ഞു പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചു. സർവീസൊക്കെ ഉണ്ടാവും, അതുമല്ല നമുക്ക് ഊബർ ഓടാം, കാർ ഓടാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പുള്ളിയുടെ ഒറ്റ ഒരു വാക്കിലാണ് ഞാനത് ആ മോഹം അങ്ങ് ഉപേക്ഷിച്ചത്. കാര്യം ഞാൻ ഇപ്പോൾ പൊട്ടനായാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ 6-7 മാസമായി. ഇപ്പോൾ ഞാൻ മാസം തോറും അതടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓടേണ്ടി വന്നേനെ. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു എന്താ കാര്യം എന്ന് വെച്ചാൽ ബ്രോ, നമുക്ക് ഇവിടെ 2 ഓപ്ഷനാണുള്ളത് നാട്ടിലെ പോലെ തന്നെ. ഒരു കാര്യം, ഞാൻ ഈ ബ്രാൻഡ് ന്യൂ കാർ വാങ്ങിയവരെല്ലാം പൊട്ടന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഡിപ്പെൻസ് അപ്പോൺ ദ പീപ്പിൾ, റൈറ്റ്? അവർക്ക് ബ്രാൻഡ് ന്യൂ വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേ ഏതൊരു ഇതിൽ ജോർജ് പറഞ്ഞ അങ്ങനെയാണ് ഞാനൊരു പൊട്ടനായിരുന്നു. കാരണം ഞാൻ ബ്രാൻഡ് ന്യൂ വണ്ടി മേടിച്ച ആളാ ഫസ്റ്റിൽ. സോ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മൾക്ക് എല്ലാം പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഇനി അങ്ങനത്തെ ഒരു എന്താ പറയാ, എല്ലാം നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ പിന്നെ ഇൻകം, ആളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി, ഇതിലൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ. ജോലി ഒബ്വിയസ്ലി. അപ്പോൾ പിന്നെ ഫാമിലി, അപ്പോൾ വൈഫ് ഒക്കെ, അങ്ങനെ പല കാര്യങ്ങളും ഇത് പിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി മേടിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. വണ്ടി മേടിക്കേണ്ടത്, വീട് മേടിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി പുള്ളി വന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഇപ്പൊ തന്നെ അങ്ങനത്തെ ഒരു അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പുള്ളിയുടെ അടുത്ത് പിന്നെ ബ്രാൻഡ് ന്യൂല് പോകണ്ട, യൂസ്ഡ് മതി എന്ന് പറയാനുള്ള റീസൺ. ഇനി ബ്രാൻഡ് ന്യൂ ആൻഡ് യൂസ്ഡിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ, അപ്പോൾ അതെന്താണ് മെയിൻലി ഉണ്ടാക്കുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാൻഡ് ന്യൂ നമ്മൾ ഇപ്പോൾ മേടിക്കുകയാണെങ്കിൽ ഇവിടെ മിനിമം ആഫ്റ്റർ കോവിഡ് ഇപ്പോൾ വണ്ടിക്കെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ബ്രാൻഡ് ന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡൽസും പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. അമേരിക്കൻ കാർസ്, ജാപ്പനീസ് ആണ് മെയിൻലി നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. പിന്നെ അമേരിക്കൻ, ജർമ്മൻ ഏത് കാർസ് ആണെങ്കിലും ബ്രാൻഡ് ന്യൂ എവറിത്തിങ് ഈസ് ഫൈൻ. യൂസ്ഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്പെസിഫിക് കുറച്ച് വണ്ടികളെ നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ. അത് തിങ് ഈസ് ഇവിടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ കുറച്ചും കൂടിയും കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ജാപ്പനീസ് കാർസാണ്. അപ്പോൾ ഈ ബ്രാൻഡ് ന്യൂലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫിക്കൽട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട്, നമ്മൾ പേ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് ഹൈ ആണ്. നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 7.99% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്, EMI. അപ്പോൾ മന്ത്ലി EMI വരുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 20 to 25 ഓൾമോസ്റ്റ് 30% നമ്മൾ വണ്ടിയിലേക്ക് സ്പെൻഡ് ചെയ്യണം. പിന്നെ ഒരു വീടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ ആഫ്റ്റർ ഓൾ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല ഒരു ബ്രാൻഡ് ന്യൂ വണ്ടിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ബ്രാൻഡ് ന്യൂ വണ്ടി റിയലി ഇഫ് യു വാണ്ട്
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം ബ്രാൻഡ് ന്യൂ വണ്ടിയിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. പുള്ളി ബ്രാൻഡ് ന്യൂ എടുക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ പുള്ളിയോട് സജസ്റ്റ് ചെയ്തതാണ് യൂസ്ഡ് മതി. ദ തിങ് ഈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്ക് യൂസ്ഡിൻ്റെ ആവശ്യമുള്ള കാനഡയിൽ. കാരണം പുള്ളി അത് വെച്ചിട്ട് പിന്നെ ഓഫ് കോഴ്സ് ബ്രാൻഡ് ന്യൂ ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഷോ ഓഫ് ചെയ്യാൻ അതാണല്ലോ നമ്മൾ മേടിക്കുന്നത് ഓഫ് കോഴ്സ്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യാനും കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോക്കാനും പുള്ളിക്ക് അതുമായിട്ട് ജോലിക്ക് പോകാനുള്ള ആ ഒരു ആവശ്യമുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് പുള്ളി ഇപ്പോൾ മേടിച്ച വണ്ടിയാണ് ഏറ്റവും നല്ല ബൈ. അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നാട്ടിലെ പിന്നെ ഓൾമോസ്റ്റ് 4 lakhs വരുന്നുള്ളൂ. ഇവിടെ ഒരു $6,000 അടുത്ത് വരുന്നു വണ്ടിക്ക്. അപ്പോൾ ആ ഒരു പേയ്മെന്റ് എന്ന് പറയുമ്പോൾ വെച്ചാൽ നമുക്ക് ഈസിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് പിന്നെ അതിൽ പിന്നെ മന്ത്ലി വേറെ EMI നോക്കണ്ട. പിന്നെ ഇൻഷുറൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അതൊക്കെ ആയിരുന്നു പുള്ളിയോട് നമ്മൾ യൂസ്ഡ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ വണ്ടിയുടെ EMI അടയ്ക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളിവിടെ വണ്ടിയുടെ ഇൻഷുറൻസ് ആണ്. അത് വേറെ ഒരു രാജ്യത്തും ഇല്ലാത്തൊരു പിന്നെ ഒരു പ്രത്യേകതയാണ് കാനഡക്ക്. കാനഡയിൽ നമുക്ക് മന്ത്ലി ആണ് ഇൻഷുറൻസ് ചെയ്യേണ്ടത്. അതും ഹൈ ഇൻഷുറൻസ് ആയിരിക്കും. ഫസ്റ്റ് പിന്നെ ന്യൂലി ഡ്രൈവർ ആണെങ്കിൽ ന്യൂബി ആണെങ്കിൽ നമ്മൾ ഹൈ കോസ്റ്റ് ആയിരിക്കും ഇൻഷുറൻസ് ഒക്കെ. സ്റ്റാർട്ടിങ് ഫ്രം $300 ഒക്കെ വരും. ആഫ്റ്റർ 1 year കഴിഞ്ഞിട്ടും അതും നമ്മുടെ G2 ജിയിലേക്ക് പാസ് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് റേറ്റിലേക്ക് ഡിഫറൻസ് രണ്ട് പിന്നെ കാറ്റഗറിയിൽ നമുക്ക് ലൈസൻസ് ഇവിടെ എടുക്കാം. G2 ആണെങ്കിൽ ഇൻഷുറൻസ് ഹൈ ആയിരിക്കും. G എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഈവൻ ദോ നമുക്ക് G2 നിന്നാണ് ജിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഡിപ്പെൻസ് അപ്പോൺ ദ ഡ്രൈവേഴ്സ് എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് G എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി. അപ്പോൾ ഒരു പുതിയ ആൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് വരും, പ്ലസ് ഇൻഷുറൻസ്. സോ അതുകൊണ്ടാണ് പുള്ളിയെ നമ്മളിത് സജസ്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ ക്യാമറാമാൻ ആണ്. നമ്മളുടെ ആക്ച്വലി പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറും എല്ലാ ലൊക്കേഷൻ ആക്ച്വലി പുള്ളിക്കൊരു ക്യാമറ കാണുമ്പോഴുണ്ടാവുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അത് പുള്ളിക്കുണ്ട്. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറും, പിന്നെ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കുറേ അറിയാം. ബ്രോ താങ്ക് യു. നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് നടന്ന് ജസ്റ്റ് നമ്മുടെ ക്യാമറമാൻ പറഞ്ഞു ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ എനിവേ എന്തായാലും അങ്ങോട്ട് പിടിച്ചു. എന്തായാലും എന്താ പറയുക, ഒരു രക്ഷയില്ല. ശരിക്കും മിസ് ചെയ്തു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ അല്ലേ. കിട്ടില്ല ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത സമ്മറിൽ വേണം ഇവിടേക്ക് പിടിക്കാൻ. ട്രെയിൻ വരുന്നുണ്ട്, അങ്ങനെ നിന്നോളി. വേണമെങ്കിൽ ട്രെയിൻ അപ്പം ഞാനും ഇനി വരുന്ന ആൾക്കാരോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരിക്കലും പുതിയ വണ്ടി എടുക്കണ്ട. ഇനിയിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട്, പിന്നെ അവരോടൊക്കെ ഞാനും ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വന്ന ഉടനെ ആദ്യം എടുക്കേണ്ടത് ഡ്രൈവ് ലൈസൻസ് ആണ്, അതിന് പുറമെ കാറും. അപ്പോൾ നമുക്ക് സെക്കൻഡ്സ് നമുക്ക് നല്ല വണ്ടി എടുക്കാൻ പറ്റും. അത് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രം. അതിന് കുറച്ച് വഴികളുണ്ട്. നമ്മൾ മെയിൻലി കുറച്ച് സോഷ്യൽ മീഡിയ, ഇപ്പോൾ മാർക്കറ്റ് പ്ലേസും ഇതൊക്കെ തന്നെയാണ്. കിജിജി ഇവിടുത്തെ മെയിൻലി കുറച്ച് ആപ്സ് ആണ്. പിന്നെ ഓട്ടോ ട്രേഡർ, കിജിജി, മാർക്കറ്റ് പ്ലേസും ഒക്കെ. അതെ, പുള്ളിക്ക് നമ്മൾ കിജിജി ആണോ, നമ്മൾ കിജിജിയോ മാർക്കറ്റ് പ്ലേസ് ഏതോ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു നമ്മൾ യൂസ് ചെയ്ത്. ഇതൊക്കെ ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഫോർ ബൈയിങ് എ കാർ ഓർ മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഇത്രയും പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജെന്യുവിൻ പിന്നെ സെല്ലേഴ്സിനെ കിട്ടും. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് കാനഡയിൽ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല. കുറച്ച് ഇപ്പോൾ മെയിൻലി കോവിഡാണ്. ആഫ്റ്റർ കോവിഡ് ഇങ്ങനത്തെ കുറേ സ്കാമേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ എന്താ പറയുക, ആക്സിഡന്റ് കാർസ്, കിലോമീറ്റർ, പിന്നെ നമ്മൾ റാഫർ ഒരെണ്ണം കണ്ടിരുന്നു. ഒരു വണ്ടിയുടെ RC ബുക്കില്ല, RC ബുക്ക് കാണിക്കാൻ പറഞ്ഞപ്പോൾ RC ബുക്കില്ല. ഈ എഞ്ചിൻ നമ്പറിൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും.
പിന്നെ നമ്മുടെ മാർക്കറ്റ് പ്ലേസിലൊക്കെ സം ടൈം എൻ്റെ അടുത്ത് പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കൂ $150 നിങ്ങൾ പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യൂ, നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി ഡെലിവറി ചെയ്ത് തരാം. ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. ആൾക്കാർ സ്കാം നടക്കുന്നുണ്ട് ആവശ്യം പോലെ പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ഫോട്ടോസ് വേറെ വണ്ടിയുടെ ഫോട്ടോസും നമ്മളവിടെ പോകുമ്പോൾ ലിറ്ററലി ആ വണ്ടി ആവില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ യു ഹാവ് ടു ബി more careful while buying a used car. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതിനാണ് നമ്മളെ പോലത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുക. ആക്ച്വലി ആർക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ കാനഡയിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിലും എടുക്കാം. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല വർക്ക്ഷോപ്പ് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും നമുക്കിപ്പോൾ ഉണ്ട്. ഇനിമേ എന്തായാലും അല്ലേ, നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിവേ ഇതൊരു പ്രൊമോഷനൊന്നും അല്ല, ജസ്റ്റ് ഫോർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ആരും സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. അഗൈൻ നമുക്ക് ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് കാർസ്, ഓട്ടോമൊബൈൽസ്. അതെ. പുള്ളി കാനഡയിൽ വന്നപ്പോൾ ആരും പറഞ്ഞു തരാനില്ലായിരുന്നു, എനിക്ക് പറഞ്ഞു തരാൻ പുള്ളി ഉണ്ടായിരുന്നു. അതെ, ഇനി വരുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. എനിവേ എന്തായാലും ഇതൊക്കെയാണല്ലേ, ഇനി പ്രത്യേകിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാൻ ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവർക്ക് ബോറടിച്ചു പോകും. അതെ, ബോറടിക്കും. അങ്ങനെ ട്രിവാൻഡ്രം ആണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അതായത് നമ്മുടെ പപ്പനാവൻ്റെ മണ്ണിൽ പുള്ളിക്ക് ഓൾറെഡി ബിസിനസ് റണ്ണിങ്ങിലായിരുന്നു. നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും, അതായത് ഞാൻ ട്രിവാൻഡ്രം എന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി പുള്ളി അത് പറഞ്ഞില്ല. കുറച്ച് സംസാരിച്ച് എനിക്ക് ട്രിവാൻഡ്രത്തിലൊരു ബിസിനസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതിനകത്ത് കയറി പിടിച്ചു. സത്യമാണ്. അതെ. പിന്നെ ഉള്ള ടോക്ക് ഫുള്ള് ബിസിനസ്സാണ്. പിന്നെ രാത്രി നമ്മൾ 2 മണി വരെ എല്ലാ ദിവസങ്ങളിലും സ്ഥിരമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ട്രിവാൻഡ്രമായിട്ട് ഒട്ടും ഞാൻ കണക്റ്റഡ് അല്ല. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒന്നും ട്രിവാൻഡ്രത്തില്ല. കാരണം ഞാൻ സ്കൂളിങ് മലപ്പുറം മഞ്ചേരിയിലായിരുന്നു. പിന്നെ എൻ്റെ നാട് ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂരാണ്. ഇപ്പോൾ ട്രിവാൻഡ്രമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല. പക്ഷെ കുറച്ച് പേരുണ്ട്. ഇപ്പോൾ കാനഡയിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാനില്ല. അപ്പോൾ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രിവാൻഡ്രത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. അപ്പോൾ ട്രിവാൻഡ്രം, പക്ഷേ അറിയാലോ, ഇപ്പോൾ നാട്ടിൽ അവിടുത്തെ നമുക്ക് അറിയുന്ന ഒരാളില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടതിന് ശേഷം ട്രിവാൻഡ്രം പിന്നെ നമ്മളുടെ സ്വന്തം നാട് പോലെയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എനിക്ക് അത്രയും അതിൻ്റെ ജോഗ്രഫി എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ അവിടെ ബിസിനസ് ചെയ്യേണ്ട ലോക്കലൈസ്ഡ് ബിസിനസ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പുള്ളി പിന്നെ നമുക്ക് പറഞ്ഞു തന്നു കാര്യങ്ങൾ. ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ മാറ്റാനുണ്ടായ റീസൺ പോലും പുള്ളിയാണ്. ദ തിങ് ഈസ്, എനിക്കറിയില്ലല്ലോ നമുക്ക് ഓഫീസ് എങ്ങനെ അവിടെ പിന്നെ സ്പേസ് എടുക്കും, എങ്ങനെ അക്വയർ ചെയ്യുന്നുള്ളതൊക്കെ. അതിനു മുമ്പ് എന്താണ് ബിസിനസ്, ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കും കൂടെ പ്രയോജനകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണെന്ന്. ആ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഒരു ബിസിനസ്സിനേക്കാളും അതൊരു എന്താ പറയുക, ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പറയൂ ബിസിനസ്. ഞങ്ങൾ ബിസിനസ് ബേസിക്കലി നമ്മൾ MBBS അബ്രോഡ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ളൊരു ബിസിനസ്സാണ്. ഞങ്ങൾ ഈ ബിസിനസ്സിൽ ആക്ച്വലി 2001 മുതലുണ്ട്. കമ്പനിയുടെ പേര് എജുവേൾഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഞങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കും. യെസ്, ലിങ്ക് പുള്ളി താഴെ ഇടും. അതെ, അപ്പോൾ നമ്പർ ഇട്ടേക്കാം. തീർച്ചയായിട്ടും, സന്തോഷം, വിത്ത് പ്ലഷർ. അപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസി ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ആക്ച്വലി എടുത്തു. എൻ്റെ അങ്കിളിൻ്റെ ആണ് ബിസിനസ്. അപ്പോൾ നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി അബ്രോഡ് ഫോർ MBBS മെഡിക്കൽ സ്റ്റുഡൻസിന് ആസ്പിരൻസിനുള്ള അബ്രോഡ് MBBS കോഴ്സസാണ് നമ്മൾ പിന്നെ അവർക്ക് പിന്നെ ചെയ്യുന്നത്. അഗെയിൻ ബാക്ക് ടു ബിസിനസ്. നമ്മൾ ചെയ്യുന്ന കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ, സ്റ്റാൻ കൺട്രീസായ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെ കപ്പിൾ ഓഫ് കൺട്രീസ്, പിന്നെ മലേഷ്യ, ഈജിപ്ത്, അങ്ങനെ ലോട്ട്സ് ഓഫ് കൺട്രീസ്. കാനഡയിലേക്ക് ചെയ്യുന്നുണ്ടോ? കാനഡ ആക്ച്വലി നമ്മൾ മാനേജ്മെന്റ് സ്റ്റഡീസ് അധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് വി ആർ ഡൂയിങ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പക്ഷെ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ ടു മെഡിക്കൽ സ്റ്റഡീസ്. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ കാനഡയും നമ്മൾ യൂറോപ്യൻ കൺട്രീസും പിന്നെ എല്ലാ പിന്നെ ടെറിട്ടറീസും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷെ കൂടുതൽ മെഡിക്കൽ അബ്രോഡ് മെഡിക്കൽ സ്റ്റഡീസ് ആണ്.
കാനഡ നമുക്ക് ചെയ്യാം, ഒബ്വിയസ്ലി നമുക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല, ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ട്രിവാൻഡ്രത്തിൽ കഴിഞ്ഞ ഒരു വർഷമായല്ലേ ഇപ്പോൾ നടത്തി വരുന്നത്? ഓൾമോസ്റ്റ് 1 ഇയർ, വരുന്ന ഡിസംബറിലേക്ക് 1 ഇയർ ആവും. അപ്പോൾ ഇനി എന്താ പറയുന്നത്, ട്രിവാൻഡ്രത്തിലേക്ക് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സ്ഥാപനം പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രോ ഏതാണ്ട് ഒരു 1 വീക്കിനകത്ത് കുറച്ച് നാൾ ബ്രേക്ക് എടുത്ത് നമ്മുടെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ കുറച്ച് നാൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഒന്ന് സെറ്റായി, എന്താ പറയുക, ഒന്ന് വളരെയധികം പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് വന്നപ്പോഴത്തേക്കും പുള്ളി ഇതാ തിരിച്ച് നാട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടി പോവാണ്. പക്ഷെ തിരിച്ചു വരും. അയ്യാ, അപ്പോൾ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യത്തിലാണ് പോകുന്നത്. കാനഡ ഓഫ് കോഴ്സ് നമ്മളെ കാലാകാലം നമുക്ക് കാനഡയാണല്ലോ നമുക്ക് എല്ലാം തന്നത്. അതെ അതെ, കാനഡയിൽ കാലാകാലം എനിക്ക് തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഉണ്ടാവും. കാനഡയിൽ വന്ന ആരും ബുദ്ധിമുട്ടിയിട്ടില്ല. നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, പക്ഷെ കാനഡ അതിന്റെ റിസൾട്ട് നമുക്ക് തരും. അപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് പോലും കാനഡ തന്ന പിന്നെ ഫൈനാൻഷ്യൽ വെൽത്ത് കൊണ്ടാണ്. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഇവിടുന്ന് കിട്ടിയ ഊർജ്ജമാണ്. നമുക്ക് ഇവിടുത്തെ പിന്നെ ആൾക്കാരുടെ ഇടപഴകലും ഇവിടുത്തെ എക്സ്പീരിയൻസും ആണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യാനുള്ളൊരു പിന്നെ വെൽത്ത് ആൻഡ് സ്ട്രെങ്ത് നമുക്ക് തന്നത്. അപ്പോൾ കാനഡ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നാട്ടിൽ ഞാൻ കപ്പിൾ ഓഫ് മന്ത്സ് ഉണ്ടാവും, മേ ബി ഒരു ഓൾമോസ്റ്റ് 1 ഇയർ. അപ്പോൾ ബാക്ക് ടു ഇത് നമ്മൾ MBBSന്റെ മെയിൻ ഇൻടേക്സ് വരുന്നത് ഫെബ് ആൻഡ് സെപ്റ്റംബർ ഇൻടേക്സ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ എന്തായാലും നാട്ടിൽ വേണം. സോ ദാറ്റ്സ് വൈ ഐ ആം ഗോയിങ് കമ്മിങ് നവംബർ. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്? അഗെയിൻ പെട്ടെന്ന് ഞാൻ ആ ട്രെയിന് പോയതിൻ്റെ ഒരു സംഭവത്തിലേക്ക്, കാര്യം നമ്മൾ ഈ ട്രെയിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ടായിരുന്നു. കാര്യം ഒരു വിഷ്വല് കിട്ടാൻ വേണ്ടിയിട്ട്. വിഷ്വല് കിട്ടിയോ ക്യാമറാമാൻ? കിട്ടിയിട്ടുണ്ട്. എനിവേ, എന്തായാലും ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിലെയും കേരളത്തിലെയും പുള്ളിയുടെ ബിസിനസ്. അപ്പോൾ ഇനി പുള്ളി പോകുന്നത് ആ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനും ആ മാർക്കറ്റിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി എന്തായാലും നമ്മുടെ സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും എന്തായാലും പുള്ളിക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും. അതെ അതെ, എനിക്ക് ട്രിവാൻഡ്രംകാരുടെ സപ്പോർട്ട് ഒരുപാട് വേണം. കാരണം പിന്നെ ഞാൻ ഇനി ട്രിവാൻഡ്രത്ത് ഉണ്ടാവും കുറച്ച് കാലം. പിന്നെ അപ്പോൾ ആർക്കെങ്കിലും MBBS പിന്നെ ഡോക്ടേഴ്സ് ആവണമെന്നുള്ള ആഗ്രഹമുള്ള കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും അങ്ങനെ ഒരു ആസ്പിറൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ ഡ്രീം അക്കംപ്ലിഷ് ചെയ്ത് തരും. അതെ, നിങ്ങളുടെ ഫിനാൻഷ്യലി പ്രോബ്ലം ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും, നമ്മൾ ഏത് കാറ്റഗറിയിലാണെങ്കിൽ പോലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. നമുക്ക് പല ഫീസ് സ്ട്രക്ചേഴ്സിലുള്ള കൺട്രീസ് ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം 28 lakhs, which means like which is good. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ തുടങ്ങുന്നുണ്ട് നമ്മുടെ സർവീസ്. അപ്പോൾ കണ്ടല്ലോ സൈക്കിളൊക്കെ, ഇത് എന്താ പറയുക, നമ്മൾ ഇതൊരു പാസേജ് ആക്ച്വലി. അതെ, പാസേജാ. ഇത് ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയാണ്. അതെ അതെ. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് കിട്ടി, അപ്പോൾ അങ്ങനെ എല്ലാവരും ഇറങ്ങിയിരിക്കുവാണ്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഈ വിന്റർ സ്റ്റാർട്ടിങ്ങിൽ ഈ വീക്കും കൂടി നല്ല ടെമ്പറേച്ചർ ഉള്ളൂ. ട്രെയിനിൽ പോവുക ആൾക്കാർ. അതെ, ട്രെയിനിൽ പോവുക. അപ്പോൾ എനിവേ, എന്തായാലും അടുത്ത ഒരു സംഭവം നിങ്ങളോട് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക്, എനിക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് പുതിയ ആൾക്കാരാകുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെ അടുത്ത് സംസാരിക്കുന്നതും അടുക്കുന്നതൊക്കെ വളരെ സമയമെടുത്തിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ വളരെ കുറച്ച് കാലങ്ങളിൽ തന്നെ നമുക്കിവിടെ എന്താ പറയുക, കുറേ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് എന്താ പറയുക, അത് പുള്ളിയുടെ ബിഹേവിയേഴ്സും ക്യാരക്ടർ കൊണ്ടുമാണ്. എന്താ പറയുക, പുള്ളിയുടെ കൂടി ഗുണമാണ് അത്. ആക്ച്വലി അങ്ങനെ പറയാൻ പാടുള്ളൂ. ദാറ്റ്സ് എ ട്രൂത്ത്. അത് ദൈവത്തിൻ്റെയൊക്കെ കൃപ കൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു. അതിനിടയിൽ എന്താ പറയുക, നമ്മൾ ബിസിനസ് സംസാരിച്ച് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്നേഴ്സും കൂടെ ആണ് ആക്ച്വലി. അത് കൂടെ ഞാൻ നിങ്ങളോട് പറയുവാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് എനിക്ക് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അത് എന്താ പറയുക, ഒരു ചെറിയൊരു എന്താ പറയുക, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പിന്നെ അവസരങ്ങളിൽ ഞാൻ പറയാം. നമ്മളൊരു തോട്ട് കൊടുത്തതേ ഉള്ളൂ, ബാക്കിയെല്ലാം പുള്ളി തന്നെയാണ് പിക്കപ്പ് ചെയ്ത് വരുന്നത്. പുള്ളിക്കൊരു തോട്ട് കൊടുത്തു. ബിക്കോസ് ഹീസ് ന്യൂ ഇൻ ടു കാനഡ. പിന്നെ നമ്മൾക്കുണ്ടായ സ്ട്രഗിൾസ് ഒന്നും പുള്ളിക്ക് ഉണ്ടാവരുത്, ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും ഉണ്ടാവരുത് എന്നുള്ളൊരു നമ്മളുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ്. അത് എനിക്ക് എല്ലാവരോടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, എല്ലാവരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ പറയാം. വളരെ ചുരുക്കം കുറച്ച് പേര്
അതിൽ എണ്ണി എടുക്കാൻ പറ്റുന്ന 1, 2, 3 പേരിലാണ് ഞാൻ റേസ് ബ്രോയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. താങ്ക് യു സോ മച്ച്. എന്നും പിന്നെ ഈ ഒരു എനർജിയോടെ മുന്നോട്ട് പോവുക, അതാണ് നമുക്ക് കാനഡയിൽ വേണ്ടത്. നമ്മൾ എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാവണം. നമ്മൾ അങ്ങനത്തെ ഒരു അങ്ങനെ മോൾഡ് ചെയ്യണം നമ്മളെ തന്നെ. അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് നമ്മൾ ഒരിക്കലും എവിടെയും ഒതുങ്ങി പോകരുത്. നാട്ടിലെ പോലെയല്ല, നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഇവിടെ നിൽക്കുന്ന ഓരോ സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. ഇത് എനിക്ക് മാത്രമല്ല, ഈ കാനഡയിൽ വരുന്ന ആദ്യം എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഒരു ഉപദേശവും കൂടെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ആരും നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. ജോലിയില്ല എന്ന് ആരും പറയുകയും ചെയ്യരുത്. ജോലിയൊക്കെ ഉണ്ട്, നമ്മൾ അതിനകത്ത് ഇറങ്ങുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. തീർച്ചയായിട്ടും. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിലായിട്ട് എന്തായാലും ജോബ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. എനിവേ എന്തായാലും അപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളെ മീറ്റിങ്ങും നെക്സ്റ്റ് ടൈം നാട്ടിൽ വരുമ്പോൾ നമ്മൾ നാട്ടിലുണ്ടാവും. നാട്ടിൽ നമ്മൾ അടിച്ച് പൊളിക്കും, നമ്മൾ വ്ലോഗ് ചെയ്യും നാട്ടിൽ നമ്മൾ അടുത്തതായിട്ട്. അതെ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. അപ്പോൾ വീണ്ടും ഇനി നിങ്ങളൊരു ചാനൽ വേണം നമ്മൾ നെക്സ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നെ ഭയങ്കരമായിട്ട് പുള്ളി എൻകറേജ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിന്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, വേറെ ഒന്നുമില്ല എനിക്ക് പറയാൻ. വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് പറയാമോ? സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതെ. ആ ബെല്ലൈക്കനും ഒക്കെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ.